ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഫ്ളലുസ് സ്വലാത്തി വസ്സലാമി അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഉള്ള ഒരു നല്ല ശ്രമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അഭിനന്ദരും ബഹുമാന്യരുമായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, അഭിനന്ദരും ബഹുമാന്യരുമായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ച മലപ്പുറം ജില്ലാ സമസ്തയുടെ അഭിവന്ദനായ കാര്യദർശി കൂടിയായ പുത്തനഴി ഉസ്താദ്, ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഭിവന്ദരായ ഉസ്താദുമാർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മറ്റൊരു സ്ഥാപക ദിനം കൂടി നാം ഇന്ന് ആചരിക്കുകയാണ്. ഈ വർഷത്തെ സ്ഥാപക ദിന ആചരണം ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. എന്താണ് സവിശേഷത എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രബുദ്ധ കേരളത്തിലെ അല്ലെങ്കിൽ നമുക്കറിയാകുന്ന ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും പ്രായമുള്ള ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രയാണത്തിൽ, അതിൻ്റെ സഞ്ചാരത്തിൽ അഭിമാനകരമായ 100 വർഷം പൂർത്തിയാക്കുന്ന ഒരു വേളയിലാണ് നാം ഈ പ്രാവശ്യം സ്ഥാപക ദിനം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ, കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ചില വികാരങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ആ വികാരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. പ്രധാനമായും ആർക്കും സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് തൻ്റെ ആശയം, തൻ്റെ ആദർശം ഒരു പ്രാസ്ഥാനികമായ രൂപത്തിൽ ഒരു നൂറ്റാണ്ട് കാലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്. നമ്മുടേത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആദർശമാണ്. ആ ആദർശം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ സ്ഥാപിതമായതാണ്, ഇന്നും നിലനിന്ന് വരുന്നതാണ്. നമുക്ക് ആർക്കും സംശയമില്ലാത്ത ഒരു സത്യമാണ് അത്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആദർശധാരയെ സംരക്ഷിച്ചു നിർത്തുവാനും അതിനെ വളർത്തുവാനും വലുതാക്കുവാനും വേണ്ടി ഒരു പ്രാസ്ഥാനിക രൂപം, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രാസ്ഥാനികമായ രൂപമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന ആദർശത്തിന് കാവലിരിക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുകയും ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ പ്രസ്ഥാനം ഒരു പരാജയവുമില്ലാതെ ഒരു നൂറ്റാണ്ട് കാലം, ഒരു 100 വർഷക്കാലം അഭിമാനകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒറ്റ വാചകത്തിൽ നാം ആ പറയുന്ന വികാരം ആർക്കും സാധ്യമാകാത്തൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹത്വത്തിൻ്റെ ഈ ചരിത്ര 100ലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ സ്ഥാപക ദിനം ഒരുപാട് വലിയ ഹൃദയഹാരിയായ ഒരനുഭവമായി മാറുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ പറയുമ്പോൾ എൻ്റെ മുമ്പിരിക്കുന്ന വിദ്യാർത്ഥികൾ സമസ്തയെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ പല പ്രസംഗങ്ങളിലും കേട്ട സമസ്ത മാത്രമല്ല സമസ്ത. നിങ്ങൾ പല ലേഖനങ്ങളിലും വായിച്ച ഏതാനും ചില വിഷയങ്ങൾ മാത്രമല്ല സമസ്ത. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖോടുകൂടെ ഉണ്ടായ, സ്ഥാപിതമായ ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. അത് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് സഞ്ചരിക്കേണ്ടി വരിക ചരിത്രത്തിലൂടെ ആയിരിക്കും. 2 ഭാഗങ്ങൾ ചരിത്രം എന്ന അർത്ഥത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഭാഗം സമസ്തയിലേക്ക് ഈ സമുദായം എത്തിപ്പെടുന്ന ചരിത്രം. രണ്ടാമത്തേത്
സമസ്ത സ്ഥാപിതമായതിനു ശേഷം 100 വർഷക്കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്ന, അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്ന അതിൻ്റെ സഞ്ചാരത്തിൻ്റെ ചരിത്രം. ഈ 2 ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും. ഒന്നാമത്തെ ചരിത്രത്തിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാം എപ്പോഴാണ്, എങ്ങനെയാണ്, ആരുടെ കരങ്ങളിലൂടെയാണ് കേരളത്തിൽ എത്തിച്ചേർന്നത് എന്നതിന് ഒരു വിദ്യാർത്ഥികളോട്, പഠിക്കുന്നവരോട് പറയുമ്പോൾ പറയാനുള്ള ഒന്നാമത്തെ വാക്ക് കൃത്യമായ ചരിത്രരേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. കൃത്യമായ ചരിത്രരേഖകൾ ഒന്നുമില്ല. പക്ഷേ 2 കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചത് പല തരത്തിലായിരുന്നു, പ്രത്യേകമായും 2 രൂപത്തിൽ. ഒന്നാമത്തേത് സൈനിക മുന്നേറ്റങ്ങളിലൂടെ. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം വന്നത് ആ അർത്ഥത്തിലൂടെയായിരുന്നു. AD 712 മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സിന്ധാക്രമണത്തിലൂടെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ഒരു കാര്യമാണത്. ആക്രമണത്തിലൂടെ ഇസ്ലാം വന്നാൽ അതിന് ചില കുറവുകളുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ ജയിച്ചടക്കാനും പിടിച്ചടക്കാനും സ്ഥാപിക്കാനുമൊക്കെ സാധിക്കുമെങ്കിലും അവിടെ വിചാരത്തിനാവില്ല, വികാരത്തിനായിരിക്കും മുൻതൂക്കം. വികാരങ്ങൾ പലപ്പോഴും അതിൻ്റെ തുടക്ക സന്ദർഭത്തിൽ മാത്രമേ അതിൻ്റെ ചൂടും ചൂരും കാണിക്കുകയുള്ളൂ. പിന്നീട് ക്രമേണ ഏത് വികാരങ്ങളും തണുത്തുറഞ്ഞു പോകും. പിന്നെ വെറും വികാരം മാത്രമായിരിക്കും. അതാണ് ഇന്ത്യയുടെ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവിടെ നമ്മളെപ്പോഴും തീവ്രവാദമെന്ന് കേൾക്കാറില്ലേ? അവിടെ നമ്മളെപ്പോഴും ബോംബിംഗ് എന്ന് കേൾക്കാറില്ലേ? പഹൽഗാമിൽ കഴിഞ്ഞ മാസത്തിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് നമ്മൾ കേട്ടില്ലേ? അത്തരം സംഭവങ്ങളൊന്നും കേരളക്കാർക്കുണ്ടാവാറില്ല. കേരളക്കാർ അങ്ങനെയുള്ളതിനൊന്നും നിന്നുകൊടുക്കാറില്ല. എന്താണതിന് കാരണം? അവർക്ക് കിട്ടിയ ഇസ്ലാം സൈനിക മുന്നേറ്റത്തിലൂടെ കിട്ടിയ ഇസ്ലാമായിരുന്നു. ആയതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഓരോരുത്തൻ്റെയും ഉള്ളിൽ ഇസ്ലാം ഒരു യുദ്ധമാണ്, ഇസ്ലാം ഒരു വികാരമാണ്, വികാരം മാത്രമാണ്. അങ്ങനെ ഇസ്ലാം വന്ന നാടുകൾ ഒരുപാടുണ്ട്. രണ്ടാമതൊരു മാർഗമെന്ന് പറഞ്ഞത് സച്ചരിതരായ, ഇഖ്ലാസുള്ളവരായ പ്രബോധകന്മാരിലൂടെ ഇസ്ലാം വന്നത്. അതൊരുപാട് സ്ഥലങ്ങളിൽ പറയാനുണ്ട്. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അങ്ങനെ വന്നവരാണ്. സ്വാലിഹീങ്ങളായ സഹാബിവര്യന്മാരും സ്വാലിഹീങ്ങളായ താബിഅകളും ഇസ്ലാമിൻ്റെ ദീപശിഖയുമായി ആ നാടുകളിൽ വന്നിറങ്ങുകയും അവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു. ആ ഗണത്തിൽപ്പെട്ടതാണ് കേരളത്തിലെത്തിയ ഇസ്ലാം എന്നാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഇസ്ലാം കടന്നു വന്നത് സ്വാലിഹീങ്ങളായ ആൾക്കാരിലൂടെയായിരുന്നു. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതെന്നാണ് കടന്നു വന്നത്, അതാരാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണത് നിലനിന്നത്, എങ്ങനെയാണതിനെ നിലനിർത്തിയത് എന്നതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായ ഒരു പഠനത്തിൻ്റെ മേശപ്പുറത്ത് വെക്കാൻ കഴിയുന്ന ആധികാരികമായ രേഖകൾ ഒന്നുമില്ല എങ്കിൽ തന്നെയും നമുക്ക് ആധികാരികമായ രേഖകളില്ല എങ്കിൽ പിന്നെ നമ്മൾ അനുമാനങ്ങളിലേക്ക് പോവുകയാണ് സ്വാഭാവികമായും ചെയ്യുക. അനുമാനങ്ങൾ തന്നെ 2 വിധമുണ്ട്. ഒന്ന്, വികാരത്തിൽ നിന്നും മാത്രമുണ്ടാകുന്ന അനുമാനങ്ങൾ. രണ്ടാമത്തേത് കൃത്യമായ അവബോധത്തിൽ നിന്ന്, അതായത് വിചാരത്തിൽ നിന്നുണ്ടാകുന്ന അനുമാനങ്ങൾ. ഈ 2ഉം കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് ഉണ്ട് എന്നുള്ളതാണ്. വികാരത്തിൽ നിന്നുണ്ടായത് ആദ്യം പറയാം. അത് ചേരമാൻ പെരുമാളിൻ്റെ കഥയാണ്. ചേരമാൻ പെരുമാൾ എന്നൊരു രാജാവ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നും അതിനെ തുടർന്ന് അദ്ദേഹം നബിയുടെ അടുക്കലേക്ക് പോയി എന്നും നബിയുടെ അടുക്കൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും പിന്നെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സംഘമോ കേരളത്തിലേക്ക് വരികയും വഴിക്ക് വെച്ച് അദ്ദേഹം മരണപ്പെട്ടുവെങ്കിലും ബാക്കിയുള്ളവർ വന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ആ കഥ. ഇത് കേൾക്കാൻ, പറയാൻ, വായിക്കാൻ
വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു കഥയാണ്. പക്ഷേ ആ കഥ നമ്മുടെ നാട്ടിലെല്ലായിടത്തും പറയുന്ന കഥകളാണ്. നമ്മുടെ സ്റ്റേജുകളിലും നമ്മുടെ പേജുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ്. പക്ഷേ ആ കഥയോട് വല്ലാതെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചില ആശങ്കകൾ സ്വാഭാവികമായും ഉണ്ടാകും. ഒന്നാമത്തെ ആശങ്ക എന്ന് പറഞ്ഞാൽ, ചേര രാജവംശത്തിലെ കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന ചേര അല്ലെങ്കിൽ ഉദയപുരം ഭരിച്ചിരുന്ന ചേര രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ശേഖരവർമ്മൻ എന്ന ചേരമാൻ പെരുമാൾ എന്നാണ് ചരിത്രം പറയുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം MGS തന്നെ പറയുന്നത് അങ്ങനെയുള്ള രാജശേഖരവർമ്മൻ എന്ന ആൾ ഭരിച്ചിരുന്നത് 9-ാം നൂറ്റാണ്ടിലായിരുന്നു എന്നാണ്. അതായത് AD 870 പരിസരത്തായിരുന്നു എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്നത് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 1.5 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്, പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് അറബിക്കടൽ താണ്ടി അറേബ്യൻ തീരത്തെത്തി അവിടെ നിന്ന് നടന്നും കടന്നും 400 മൈൽ അകലെ മദീനയിലെത്തി മഹാനായ നബിയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ അത് മഹാനായ നബിയുടെ ജീവിതം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു അത്ഭുതമായിരുന്നുവെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാത്റൂമിലേക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കാലേതാണ് ആദ്യം വെച്ചത് എന്നത് പോലും എഴുതുകയും കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്ത മഹാന്മാരായ സ്വഹാബിവര്യന്മാരുടെ കാലത്ത് അങ്ങനെ ഒരു ചരിത്രം ഒരു സഹീഹായ ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും ചരിത്രങ്ങളിലൊന്നും നമ്മൾ ആരും കാണുന്നില്ല എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന വിദേശികളായ ഭരണാധികാരികളെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായ രേഖകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളെ ആധാരമാക്കി രചിച്ച ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു രാജാവ് വന്നതിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വിവരവുമില്ല. അതേസമയം ഇന്ത്യയിലെ ഏതോ ഒരു രാജാവ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഞ്ചി ചേർത്ത അച്ചാറ് സമ്മാനിച്ചതായി സഹീഹ് അല്ലാത്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്, നമുക്കത് വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന അത്ര അതിനു വേണ്ട സിഹത്തെല്ലാം ഒരു പക്ഷേ ആ ഹദീസിനുണ്ട് എന്ന് പറഞ്ഞേക്കാം. അവിടെയും ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. അച്ചാറിൻ്റെ ഉള്ളിലിട്ട ഇഞ്ചിയുടെ കഷ്ണം വരെ ഹദീസിൽ വന്നിട്ടും അത് കൊണ്ടുവന്ന മഹാനായ രാജാവ് ഹദീസിൽ എന്തുകൊണ്ട് വന്നില്ല എന്നത് വലിയ ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ചേരമാൻ പെരുമാളിനെ കുറിച്ചുള്ള കഥ അതാദ്യമായി വന്നിരിക്കുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീനിലാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കിതാബ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ്, ആ കിതാബ് രചിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. അതായത് മഹാനായ നബിയുടെ കാലം കഴിഞ്ഞ് ഏകദേശം 8 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും തുഹ്ഫത്തുൽ മുജാഹിദീനിൽ മഹാനായ മഖ്ദൂം അവർകൾ ആ ചരിത്രം ആധികാരികമാണ് എന്ന് തീർത്തു പറയുന്നില്ല. അതേപോലെ തന്നെ അതിന് ശേഷം വന്ന പല രേഖകളിലും ചരിത്രങ്ങളിലുമാണ് ഈ ഗ്രന്ഥം ഈ കഥ കാണുന്നത്. ഏറ്റവും ആദ്യമായി 1510 പോർച്ചുഗീസ് എഴുത്തുകാരനായ ബർബോസ എന്ന് പറയുന്ന ആളാണ് തൻ്റെ പുസ്തകത്തിൽ ഇതെഴുതിയത്, ഈ കഥ എഴുതിയത്, ചേരമാൻ കഥ എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഞാൻ ചേരമാൻ കഥ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് വിശ്വസിക്കാൻ അതിൻ്റേതായ പ്രയാസം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അങ്ങനെയുള്ള അനുമാനം, ആ അനുമാനത്തിന് സന്ദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ട് എങ്കിലും സന്ദേഹമില്ലാത്ത ചില അനുമാനങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട അനുമാനമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ്. ചേരമാൻ പള്ളിയുടെ ചരിത്രം പറയുന്നത് AD 629 സ്ഥാപിച്ചു. AD 629 സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അത് മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ പള്ളിയുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകളിൽ പറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത്, ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൽ, അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞ് 1-1.5 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമുണ്ടായ തരിശാപ്പള്ളി ചെമ്പേടുകളിൽ
ആ ചെമ്പേടുകളിൽ അത് അന്ന് അവിടം ഭരിച്ചിരുന്ന രാജാവ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് എഴുതി കൊടുത്ത ഒരു ചെമ്പു പട്ടയമാണ്. ആ പട്ടയത്തിലെ സാക്ഷികളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ പേര് കാണുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ ഒരു തെളിവ്. അതിൻ്റെ അർത്ഥം AD 800-കളിൽ, അതായത് 9-ാം നൂറ്റാണ്ടിൽ ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഹിജറ 60-ന് മുമ്പ് ജീവിച്ചിരുന്ന അറബികൾ ഉപയോഗിച്ചിരുന്ന അറബി എഴുത്തുകളുണ്ട്. ആ എഴുത്തുകൾ അതിന് പുള്ളിയും അല്ലെങ്കിൽ മറ്റു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത അറബി എഴുത്തുകളാണ്. അത്തരം എഴുത്തുകളുള്ള ചില ഖബറുകൾ കേരളത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്ത് നിലാമുറ്റം ഖബർസ്ഥാനിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നമുക്ക് സന്ദേഹമില്ലാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് എന്ന ചേരമാൻ ജുമാ മസ്ജിദ് AD 629 സ്ഥാപിച്ചതാണ് എന്ന ചരിത്രം. രണ്ടാമത്തേത്, ഹിജറ 60-ന് മുമ്പ് ഉപയോഗിച്ചിരുന്ന അറബി ലിപിയിൽ എഴുതപ്പെട്ട ഖബറുകളുടെ ശിലാസ്മരണകൾ അല്ലെങ്കിൽ ശിലാഫലകങ്ങൾ കണ്ണൂരിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് എന്നത്. മൂന്നാമത്തേത്, തരിശാപ്പള്ളി ചെമ്പേടിൽ മുസ്ലിമീങ്ങളുടെ പേര് കാണുന്നുണ്ട് എന്നത്. ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ആദ്യകാലത്ത് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ മാർഗമില്ല. പക്ഷേ എങ്കിലും നബിയുടെ കാലശേഷം ജീവിച്ച സഹാബിമാർ കേരളത്തിൽ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വന്ന താബിഈകളും തബഉ താബിഈകളും കേരളത്തിൽ വന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പം ആയതുകൊണ്ട് എങ്ങനെയാണ് അവർ വന്നത് എന്ന് ചോദിച്ചാൽ അതിനാധികാരികമായ ചരിത്രകാരന്മാർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, AD 6-ാം നൂറ്റാണ്ട് മുതൽ AD 15-ാം നൂറ്റാണ്ട് വരെ അറബികൾ ചൈനയുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. AD 6-ാം നൂറ്റാണ്ട് മുതൽ AD 15-ാം നൂറ്റാണ്ട് വരെ അറബികൾ ചൈനയുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു എന്ന് ചരിത്രം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ ആ അറബികൾ ചൈനയിലേക്ക് പോയിരിക്കുക തീർച്ചയായും അറബിക്കടൽ മുറിച്ചു കടന്ന് കേരള തീരത്തിലൂടെയായിരിക്കണം. അങ്ങനെ വന്ന അറബികൾ അവർ യാത്രക്കിടയിൽ വിശ്രമിക്കാനോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി കൊടുങ്ങല്ലൂരിൽ അല്ലെങ്കിൽ പഴയ മലബാറിൽ ഇറങ്ങിയിരിക്കണം. അവിടെ ഇറങ്ങിയപ്പോൾ അവർ കണ്ടത് അവരുടെ കണ്ണിനെയും മനസ്സിനെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് കണ്ടത്. അവർ മരുഭൂമികൾക്കിടയിൽ നിന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള മനോഹരമായൊരു പ്രദേശം കണ്ടപ്പോൾ അവരെല്ലാവരുമല്ലെങ്കിലും അവരിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇനി ഞാൻ ഇവിടെ ജീവിക്കുകയാണ് എന്ന് കരുതിയിട്ടുണ്ടാകും. അങ്ങനെ വീണ്ടും അറബികളുടെ സഞ്ചാരത്തിൽ ഇങ്ങനെ വന്ന് കുറേ ആൾക്കാർ ഇവിടെ കൂടി. അവരിൽ 7-ാം നൂറ്റാണ്ടിൽ വന്നവരിൽ ചിലരെങ്കിലും അല്ലെങ്കിൽ കുറേ ആൾക്കാരെങ്കിലും ഇസ്ലാം വന്നതിന് ശേഷം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ആ അനുയായികളും അവരുടെ കൂട്ടത്തിൽ മലബാറിൽ വന്ന് തമ്പടിക്കുകയും ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അവർ മലബാറുമായി ബന്ധം സ്ഥാപിച്ചു. എന്ത് ബന്ധമാണ് സ്ഥാപിച്ചത്? കച്ചവട ബന്ധമാണ് സ്ഥാപിച്ചത്. കച്ചവട ബന്ധം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമുള്ള ഒരു ബന്ധമാണ്. അത് വളരെ ആഴമുള്ള ഒരു ബന്ധമാണ്. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അവർ പരസ്പരം മനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചേക്കും. അതുകൊണ്ട് വളരെ ഗാഢമായ ഒരു ബന്ധമാണ് അറബികളും അന്നുണ്ടായിരുന്ന മലബാറിലെ മനുഷ്യന്മാരും തമ്മിലുണ്ടായത്. അവർ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, അവരിലെ മുസ്ലിമീങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പഠിച്ച, ജീവിതം കൊണ്ട് സ്വാംശീകരിച്ച ആ ഇസ്ലാം
പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ അവർ താല്പര്യപ്പെട്ടു. അങ്ങനെ ജീവിക്കാൻ താല്പര്യപ്പെട്ട് അങ്ങനെ ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിത്തീർന്നു. അവരെ കണ്ടപ്പോൾ എല്ലാവർക്കും ആകർഷണം തോന്നി. കാരണം അന്നിവിടെ നാടുവാഴിത്തം നിലനിൽക്കുന്ന സമയമായിരുന്നു. അന്നിവിടെ സവർണന്മാരും അവർണന്മാരും തമ്മിൽ വലിയ വ്യത്യാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. വർണ്ണവെറിയും വൈജാത്യവും അതിൻ്റെ ഏറ്റവും വലിയ ബീഭത്സകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുകളിലെ തട്ടിലേക്ക് കയറാൻ അയാൾക്ക് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഒരു നായരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക്, ഒരു വൈശ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൻ്റെ മേലെ തട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ചും നേരിട്ടും ജീവിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ അടിസ്ഥാന വർഗം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു കുപ്പായം ധരിക്കാൻ, നല്ല ഒരു ജീവിതം നയിക്കാൻ, ഓലപ്പുരയിൽ ജീവിക്കാൻ ഇതിനൊന്നുമുള്ള അവസരം, അവകാശം അന്നുണ്ടായിരുന്നില്ല. അതേസമയം മാപ്പിളമാരായി വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർക്കാണെങ്കിലോ അവർക്കിവിടെ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു, എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു. നാടുവാഴികളും ഭരണാധികാരികളും അത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ഈഴവന്മാരായ താന്നവരായ ആൾക്കാർ അവരൊക്കെ തന്നെയും തങ്ങളുടെ മോക്ഷത്തിൻ്റെയും മോചനത്തിൻ്റെയും മാർഗമായി ഇസ്ലാമിനെ കണ്ടു. അങ്ങനെ അവരൊക്കെ തന്നെയും ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങി. മാത്രമല്ല ഇസ്ലാം പറയുന്നത് മനോഹരമായ ആശയമാണ്. ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് വളരെ മനോഹരമായ ആദർശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് സ്വീകാര്യമായിരുന്നു. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് പ്രാദേശിക ഭരണാധികാരികൾ അതിന് വേണ്ട പിന്തുണയും നൽകി. നമുക്കറിയില്ല എന്തെല്ലാം പിന്തുണയാണ് ആദ്യകാല മുസ്ലിമീങ്ങൾക്ക്, മാപ്പിളമാർക്ക് അന്നത്തെ നാടുവാഴികൾ നൽകിയിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരമില്ല. അത്തരം വിവരം നമുക്ക് ആദ്യമായി കിട്ടുന്നത് കോഴിക്കോട് വാണ സാമൂതിരിയിൽ നിന്നാണ്. സാമൂതിരി വലിയ പ്രോത്സാഹനങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് നൽകിയിരുന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. സാമൂതിരിയെ തന്നെ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ വിവരിക്കുന്നത് ദ മോറിഷ് കിങ് എന്നാണ്. മോറിഷ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ മുസ്ലിം രാജാവ് എന്നാണ്. മുസ്ലിം രാജാവായി സാമൂതിരിയെ കാണാൻ മാത്രം വലിയ ബന്ധം, ഹൃദയബന്ധം സാമൂതിരി മുസ്ലിങ്ങളുമായി പുലർത്തിയിരുന്നു എന്നാണ്. മാത്രമല്ല സാമൂതിരിക്ക് വൈദേശിക ശക്തികളുടെ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി നേരിടാൻ, ആ ഭീഷണി കടന്നു വരുന്നത് കടൽ വഴിയായിരുന്നു. കടൽ വഴി നേരിടണമെന്നുണ്ടെങ്കിൽ, കടൽ വഴി വരുന്ന ഭീഷണിയെ നേരിടണമെന്നുണ്ടെങ്കിൽ നാവികസേന അനിവാര്യമായിരുന്നു. നാവികസേന ഒരിക്കലും ഉണ്ടാവില്ല. കാരണം പരമ്പരാഗത ഹിന്ദു വിശ്വാസമനുസരിച്ച് ഒരു മനുഷ്യന് കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ്. കപ്പലിലാണെങ്കിലും തോണിയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും മനുഷ്യൻ കടലിൽ ഇറങ്ങാൻ പാടില്ല എന്ന വിശ്വാസമാണ് ഹൈന്ദവ ധർമ്മം അക്കാലത്ത് മുന്നോട്ട് വച്ചിരുന്നത്. ആയതുകൊണ്ട് കടലിലിറങ്ങാൻ, കപ്പലിലിറങ്ങാൻ ഒക്കെ തീർച്ചയായും മാപ്പിളമാരെ വേണ്ടിയിരുന്നു. മറ്റൊരു ഭാഗത്ത് അന്ന് ചില ആൾക്കാർ നികുതി തരും, ചില ആൾക്കാർ നികുതി തരില്ല. നിങ്ങൾ ആരാ നികുതി ചോദിക്കാനെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അവരോട് ബലപ്രയോഗത്തിലൂടെ നികുതി പിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ബലപ്രയോഗം കാണിക്കാനുള്ള മെയ്ക്കരുത്തും മനക്കരുത്തും മാപ്പിളമാർക്കാണ് ഉണ്ടായിരുന്നത്. ആയതുകൊണ്ട് സാമൂതിരിയുടെ നീതി പിരിവുകാരൊക്കെ തന്നെയും കോയാമാരായിരുന്നു, മാപ്പിളമാരായിരുന്നു എന്നാണ്. ഈ കാരണങ്ങളാൽ തന്നെ സാമൂതിരി പല താഴ്ന്ന ജാതിക്കാരോടും നീ പോയി തൊപ്പിയിട്ട്, പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ട് മുസ്ലിം ആവുക എന്നുവരെ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇങ്ങനെയാണ് കേരളത്തിൽ ഒരു മുസ്ലിം ജനവിഭാഗം ഉണ്ടായത്. അവരെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ചരിത്രമാണ് പറഞ്ഞത്. പക്ഷേ അന്ന് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, അന്ന് എന്തൊക്കെയാണ് അവർ ധരിച്ചിരുന്നത്, എന്തൊക്കെയാണ് അവർ കഴിച്ചിരുന്നത്, ഇതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ വിവരങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, 6-ാം നൂറ്റാണ്ട് മുതൽ
15-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ആകെ അടയാളപ്പെടുത്താനുള്ള 2 കാര്യങ്ങൾ കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദും അതുപോലെ തന്നെ തരിശാപ്പള്ളി ചെമ്പേടും മാത്രമാണ്. പക്ഷേ തരിശാപ്പള്ളി ചെമ്പേടിനെ കുറിച്ച് തന്നെ ആധുനികമായി പഠിച്ചവരൊക്കെ പറയുന്നത് അതിൽ മുസ്ലിമീങ്ങളുടെ പേരുണ്ട് എന്നത് വ്യാജമാണ് എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും പിന്നീട് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാൻ നമുക്ക് 15-ാം നൂറ്റാണ്ടിലെത്തിച്ചേരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. 15-ാം നൂറ്റാണ്ടിലാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ പിന്നെ നമ്മുടെ സമുദായം എങ്ങനെയായിരുന്നു കേരളത്തിൽ ജീവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരം നമുക്കുണ്ട്. അതിൻ്റെ മുമ്പ് എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ പഴയതായി കാണുന്നതെല്ലാം പള്ളികൾ മാത്രമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ വീടുകൾ കാണുന്നില്ല, അതേസമയം പഴയ പള്ളികൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയമായ അവബോധമുള്ള ഒരു ജനതയായിരുന്നു കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവർ വന്ന കാലം മുതൽ എന്നാണ്. കാരണം എന്താണ്? അവരവരുടെ വീടല്ല ശ്രദ്ധിച്ചത്, അവർക്ക് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനല്ല അവർ ശ്രദ്ധിച്ചത്, മറിച്ച് അവർക്ക് മനോഹരങ്ങളായ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അപ്പം ആയതുകൊണ്ട് തന്നെ പഴയ പള്ളികളെല്ലാം വലിയ പ്രതാപമുള്ള പള്ളികളാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ന് ജീവിച്ചിരുന്ന ജനതയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വികാരം ആത്മീയതയായിരുന്നു എന്നാണ്. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ആത്മീയത കൊണ്ടാണ് ഈ സമൂഹം ഇവിടെ സ്ഥാപിതമായത്. അതോടൊപ്പം തന്നെ ഈ പള്ളികളിലൊക്കെ തന്നെയും പിന്നീട് വന്ന ഇബ്ൻ ബത്തൂത്തയെപ്പോലുള്ള ലോക സഞ്ചാരികൾ പിന്നീട് പിൽക്കാലത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട്. അവരെഴുതി വെച്ചതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവരിൽ ചിലർ വ്യക്തമായി എഴുതി, ഇന്ന സ്ഥലത്ത് പോയി ഞാൻ അവിടെ വലിയൊരു പള്ളി കണ്ടു, ആ വലിയ പള്ളിയുടെ ഉള്ളിൽ വലിയ ഒരു ഉസ്താദിൻ്റെ കീഴിൽ ദറസ് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. താനൂരിൽ യമനിയായ ഒരു ഉസ്താദ് ദർസ് നടത്തിയിരുന്നു എന്നതിൻ്റെ രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം അതാണ്. ഇവിടെ ദർസ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ 2 കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. ഒന്ന്, 15-ാം നൂറ്റാണ്ട് വരെയുള്ള മുസ്ലിമീങ്ങളുടെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ആ കാലഘട്ടം എങ്ങനെയായിരുന്നിരിക്കണം എന്ന് അനുമാനിക്കാൻ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്തിൻ്റെ അടയാളങ്ങളായി അവശേഷിക്കുന്നത് പള്ളികൾ മാത്രമാണ്. അതുകൊണ്ട് അന്നത്തെ ജനത ആത്മീയതയുള്ളവരായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, കുളങ്കര പള്ളിയിൽ ദർസ് നടന്നതായി ചരിത്രം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അറിവുമുണ്ടായിരുന്നു. രണ്ടും കൂട്ടി വായിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? കേരളീയ മുസ്ലിം സമാജം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം കിട്ടും. അറിവും ആത്മീയതയും. വിദ്യാർത്ഥികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഭാഗമാണിത്. കേരളീയ മുസ്ലിം സമുദായം സ്ഥാപിക്കപ്പെട്ടതും വളർന്നു വന്നതും 2 അടിസ്ഥാനങ്ങളിലാണ്. ഒന്നാമത്തേത് ആത്മീയത. കഠിനമായ നിഷ്കർഷ പുലർത്തിയിരുന്ന, ഒരു വഖത്ത് പോലും തെറ്റാതെ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും സുന്നത്ത് നിസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും എല്ലാം കഴിയുന്ന, അതിന് മാത്രം വലിയ മനസ്സും മനസ്ഥിതിയുമുള്ള ആത്മീയബന്ധിയായ ഒരു തലമുറയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, അവരുടെ കൈമുതൽ അറിവായിരുന്നു. അപ്പോൾ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അടിസ്ഥാനം അറിവും ആത്മീയതയുമാണ്. അതെന്തിനാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പറയുന്നത്? അറിവും ആത്മീയതയും നമ്മൾ എപ്പോഴൊക്കെ മുറുക്കെ പിടിക്കുന്നുവോ അപ്പോഴായിരിക്കും നാം ശരിയായ ഇസ്സത്തുള്ള ഒരു മുസ്ലിമായി ജീവിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൻ്റെ അവസാന ഭാഗം നന്നാകണമെങ്കിൽ ആദ്യ ഭാഗം എങ്ങനെ നന്നായോ ആ വഴിയിലേക്ക് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ കേരളത്തിലെ മുസ്ലിം ജനതയെ എടുത്തു നോക്കിയാൽ, കേരളത്തിലെ മുസ്ലിം ജനത അടിസ്ഥാനപരമായി സ്ഥാപിക്കപ്പെട്ടത്, സമുദായം സ്ഥാപിക്കപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. അറിവ്, ആത്മീയത.
ആ അറിവും ആത്മീയതയും എവിടെയാണോ കൈമോശം വരുന്നത്, അത് ശരിക്കും ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് 15-ാം നൂറ്റാണ്ടിന് ശേഷം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലമായിരുന്നു. 1468 മുതൽ 1521 വരെയുള്ള കാലമാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കാലം. അന്നത്തെ കാലത്തെ ഒരു സാമൂഹ്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ അത്ര ഒരുപാട് മനുഷ്യന്മാരോ ഒരുപാട് മഹല്ലുകളോ ഒരുപാട് മുസ്ലിമീങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ പെരിന്തൽമണ്ണ താലൂക്കിലാകെ ഒരു പള്ളിയാണ് ഉണ്ടായിരുന്നത്, പുത്തനങ്ങാടിയിലെ പള്ളി. കാരണം അത്ര പേരേ ഉള്ളൂ, അത്ര ആളെ നിസ്കരിക്കാനുള്ളൂ, അത്ര ആളെ ജുമാക്ക് പോകാനുള്ളൂ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് പുത്തനങ്ങാടി പള്ളിയിൽ നിന്ന് കാപ്പിലെ ജുമാ മസ്ജിദ് പിരിയുന്നത്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അന്ന് കാലത്ത് ഞങ്ങളുടെ നാടുകളിൽ നിന്നുള്ള ആൾക്കാർ വരെ ജുമാക്ക് പോയിരുന്നത് കാപ്പിലേക്കായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരുന്ന 15-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ജനസംഖ്യ ആപേക്ഷികമായി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉസ്താദിന്, ഒരു ഖാദിക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവിന് തന്നെ അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം സമസ്ത ഉണ്ടാക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് അന്നൊരു സംഘടന ഉണ്ടാവാതിരുന്നത് എന്ന് ചിന്തിക്കുന്നത് ഫൂളിഷ്നെസ്സാണ്, അത് വിഡ്ഢിത്തമാണ്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം അന്നുണ്ടായിരുന്നില്ല. അന്ന് പൊന്നാനിയിലെ മഖ്ദൂം പറഞ്ഞാൽ അതു തന്നെ വേദവാക്യമായിരുന്നു. ഇനി പൊന്നാനിയിലെ മഖ്ദൂം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അസ്ഥിവാരം? നേരത്തെ പറഞ്ഞ അതേ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ആത്മീയത, രണ്ടാമത്തേത് അറിവ്. ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു മഖ്ദൂം തങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ സാദാത്തുകളുടെ കാലം വരികയാണ്. മഹാനായ മമ്പുറം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവരുടെ കാലം, മഖ്ദൂമുമാരുടെ കാലം കടന്ന് പിന്നെ മമ്പുറം തങ്ങളെപ്പോലുള്ളവരുടെ കാലം വരികയാണ്. മമ്പുറം തങ്ങളുടെ കാലമാകുമ്പോഴേക്ക് എന്തു വന്നു എന്നറിയാമോ? വെറും നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് ചില തരത്തിലുള്ള സാമൂഹ്യമായ കൊച്ചു പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. കാരണം പോർച്ചുഗീസുകാർ വന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ലോക രാഷ്ട്രീയത്തിൽ ചലനങ്ങളുണ്ടായി. അതുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെപ്പോലുള്ളവരായിരുന്നില്ല മമ്പുറം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നവർ. മമ്പുറം തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ 1753 മുതൽ 1844 വരെയുള്ള കാലമാണ്. ആ കാലമാണ് നമ്മൾ പറയുന്നത്. 1468 മുതൽ 1521 വരെയുള്ള കാലത്താണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കാലം. അത് കഴിഞ്ഞ് 1700-കളിൽ, അതായത് 18-ാം നൂറ്റാണ്ടിലാണ് മഹാനായ മമ്പുറം തങ്ങൾ വരുന്നത്. അപ്പോഴേക്കും ലോകത്ത് സാമൂഹ്യമായ ഒരുപാട് വളർച്ച നേടിയിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ കാലത്ത് അങ്ങനെ കൂടി ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് അനിവാര്യമായിരുന്നു. മമ്പുറം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മീയത എമ്പാടും മഹാനവറുകൾക്കുണ്ട്. രണ്ടാമത്തേത് അറിവ് എമ്പാടും മഹാനവറുകൾക്കുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യമായ ചില ബോധങ്ങൾ അതുകൂടി വേണ്ട കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മമ്പുറം തങ്ങൾ സാമൂഹ്യമായ ആ അവബോധങ്ങൾ കൂടി തൻ്റെ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ അതേ കാലഘട്ടത്തിലാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാസിയാർ വരുന്നത്. 1763 മുതൽ 1857 വരെയുള്ള കാലമാണ് വെളിയങ്കോട് ഉമർ ഖാസിയാർ തങ്ങളുടെ കാലമെന്ന് പറയുന്നത്. മമ്പുറം തങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴേക്ക് ഇന്ത്യയിലേക്ക് വൈദേശിക ആധിപത്യം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പോർച്ചുഗീസുകാരുടെ വരവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ബ്രിട്ടീഷുകാരുടെ വരവ്, പരന്ത്രീസുകാരുടെ വരവ്, ഇതെല്ലാം ഉണ്ടായ ഒരു സമയമായിരുന്നു ആ സമയം. ആ സമയത്ത് ഉമർ ഖാസി ഒരു ഔലിയയായിരുന്നു, നമുക്കറിയാം. ആത്മീയത കൈവിടാതെ
അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അറിവ് കൈവിടാതെ അദ്ദേഹം സാമൂഹ്യമായ അവബോധം കൂടി നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് പിന്നീട് നാം കാണുന്നത്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ നേതാവായിരുന്നു മഹാനായ സയ്യിദ് ഫസൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മഹാനായ മമ്പുറം തങ്ങളുടെ മകനായിരുന്നു. സയ്യിദ് ഫസൽ തങ്ങളുടെ കാലം പറയുന്നത് 1824 മുതൽ 1901 വരെയുള്ള കാലമാണ് പറയുന്നത്. ഈ സമയത്ത് ഇനിയാണ് വിദ്യാർത്ഥികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, 1900 വരെയുള്ള കാലം, 1900 വരെയുള്ള കാലം, അതായത് 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം കേരളത്തിൽ ഇസ്ലാം വന്നതും ഇസ്ലാം നിന്നതും മുസ്ലിം സമുദായം ജീവിച്ചതും അറിവിനെയും ആത്മീയതയെയും സാമൂഹ്യ അവബോധത്തെയും മൂന്നെണ്ണത്തിന് ആദ്യകാലത്ത് 2 കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്: അറിവും ആത്മീയതയും. അന്നത്തെ ജനങ്ങൾക്ക് അത്രമാത്രമേ വികാസമുണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് പക്ഷേ മമ്പുറം തങ്ങളുടെ കാലമൊക്കെ ആയപ്പോഴേക്കും അതോടൊപ്പം സാമൂഹ്യമായ ചില ബോധങ്ങൾ കൂടി ആവശ്യമാണ് എന്ന് വന്നു. അതുകൊണ്ട് മമ്പുറം തങ്ങളുടെ കാലം മുതൽക്ക് പിന്നീട് മുസ്ലിം സമുദായം അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അതായത് 3 അടിസ്ഥാനങ്ങൾ: ഒന്നാമത്തേത് ആത്മീയത, രണ്ടാമത്തേത് അറിവ്, മൂന്നാമത്തേത് സാമൂഹ്യ അവബോധം, സോഷ്യൽ കോൺഷ്യസ്നെസ്. ഈ 3ഉം ചേർത്തുകൊണ്ടായിരുന്നു പിന്നീട് വന്ന പണ്ഡിതന്മാരെല്ലാം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നയിച്ചത്. ആ സമയത്താണ് ഇവിടെ ഞാൻ എല്ലാവരെയും കുറിച്ച് പറയുകയല്ല, ചരിത്ര വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒരാളെ പറയുകയാണ്. ഒരാൾ വന്നത്, അദ്ദേഹത്തിൻ്റെ പേര് സനാഉല്ലാ മക്തി തങ്ങൾ എന്നായിരുന്നു. സനാഉല്ലാ മക്തി തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ഒരു തങ്ങൾ തന്നെയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ആത്മീയമായി ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം വളർന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തോന്നാൻ തുടങ്ങി. എന്താണ് തോന്നാൻ തുടങ്ങിയെന്നറിയാമോ? ഒന്ന്, കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒന്നുകൂടി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് തോന്നാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് സനാഉല്ലാ മക്തി തങ്ങൾ. അഹ്ലുസുന്നത്തിൻ്റെ ജമാഅത്തിൻ്റെ ആൾക്കാർ എന്ന നിലക്ക് നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയുന്ന ആളല്ല സനാഉല്ലാ മക്തി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാലം പറയുന്നത് 1847 മുതൽ 1912 വരെയുള്ള കാലത്ത് ജീവിച്ച ആളായിരുന്നു സനാഉല്ലാ മക്തി തങ്ങൾ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒന്നുകൂടി പരിഷ്കരിച്ചു. അദ്ദേഹം മലയാള സാഹിത്യകാരനായിരുന്നു. മാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമൊക്കെ എഴുതിയത് മഹാനായ മക്തി തങ്ങളാണ്. അദ്ദേഹം എന്താണ് വിശ്വസിച്ചിരുന്നു വെച്ചാൽ, നമ്മളിങ്ങനെ പഴഞ്ചന്മാരായി ജീവിക്കാൻ പാടില്ല, നമ്മൾ ചില പരിഷ്കാരങ്ങൾക്കൊക്കെ വിധേയരാവണം, നമുക്ക് ചില പുരോഗതിയൊക്കെ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു. ആദ്യകാലത്ത് പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നതിനോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല. പക്ഷേ അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, പെൺകുട്ടികളെയും മുന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെ കുറേ അധികം പരിഷ്കരണങ്ങൾ, ഒരു പരിഷ്കരണ ചിന്ത. അത് പറയുമ്പോൾ ഒരു കാര്യം വീണ്ടും പറയണം, ആ പരിഷ്കരണത്തിൻ്റെ പേരിൽ നേർച്ച വേണ്ട, മൗലിദ് വേണ്ട, ഖുത്ബിയ്യത്ത് വേണ്ട എന്നൊന്നും ഒരിക്കലും മഹാനായ സനാഉല്ലാ മക്തി തങ്ങൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കണം. അതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസം മുസ്ലിമീങ്ങൾക്ക് വേണം, സാമൂഹികമായ ഉന്നമനം, പരിഷ്കരണം അത് മുസ്ലിം സമുദായത്തിൽ വേണം എന്ന് വാദിക്കുകയായിരുന്നു മഹാനായ സനാഉല്ലാ മക്തി തങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഈ വാദങ്ങളിൽ ആകൃഷ്ടരായി പല ആൾക്കാരും, പല പരിഷ്കാര ബോധമുള്ളവരും ഒപ്പം കൂടി. അതിൽ കുറേ ആൾക്കാരുണ്ട്. ആൾക്കാരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ പേര് പറയാം. അയാളാണ് വക്കം മൗലവി എന്ന് പറയുന്ന ആൾ. 1873 മുതൽ 1932 വരെ ജീവിച്ച വക്കം മൗലവി, 1932 വരെ ജീവിച്ച വക്കം മൗലവി. അദ്ദേഹം മക്തി തങ്ങളോടൊപ്പം ചേർന്നു. എന്തു കാര്യത്തിൽ? മലയാളം പഠിക്കണം, മലയാളത്തിൽ നമ്മൾ എഴുതാൻ തുടങ്ങണം,
നമ്മൾ ഗ്രന്ഥരചന നടത്തണം. വക്കം മൗലവിയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ആ കാലഘട്ടത്തിൽ തന്നെ. അദ്ദേഹം സ്വന്തമായി പത്രം നടത്തിയിരുന്ന ആളായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. അങ്ങനെയൊക്കെ ഒരു പരിഷ്കാര ചിന്തയുള്ള ആളായിരുന്നു വക്കം മൗലവി. വക്കം മൗലവി തൻ്റെ സമാന ചിന്താഗതിക്കാരനാണ് എന്ന നിലയിൽ സനാഉല്ലാ മക്തി തങ്ങളുടെ ആളായി അറിയപ്പെട്ടു. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. പക്ഷേ സനാഉല്ലാ മക്തി തങ്ങളുടെ പരിഷ്കരണവാദങ്ങൾ നിഷ്കളങ്കമായിരുന്നു, നിഷ്കാമമായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഒരിക്കലും വേട്ടയാടുന്നതായിരുന്നില്ല. അതേസമയം സനാഉല്ലാ മക്തി തങ്ങളുടെ എല്ലാം ലേബലിൽ മറവിൽ നിന്നുകൊണ്ട് വക്കം മൗലവിയുടെ പരിഷ്കാര ചിന്തകൾ അതായിരുന്നില്ല. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം നമ്മുടെ ജനതയെ, നമ്മുടെ സമുദായത്തെ പരിഷ്കരിക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല, നേർച്ച പാടില്ല, ഉറൂസ് പാടില്ല, നിസ്കാരത്തിന് ശേഷം ദ്വാർക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയും അങ്ങനെയാണ് സമുദായത്തെ പരിഷ്കരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അവിടെയാണ് ദ ഫസ്റ്റ് സ്പാർക്കിംഗ്, ആദ്യത്തെ സ്പാർക്കിംഗ് ഉണ്ടാകുന്നത്. അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ആളായി അറിയപ്പെട്ടു. അദ്ദേഹത്തിനോടൊപ്പം കുറേ വെള്ളക്കോളറുകാർ കൊടുങ്ങല്ലൂരിൽ ഒരുമിച്ച് കൂടി. അവരെല്ലാവരും വക്കം മൗലവിക്ക് പിന്തുണ നൽകി. വക്കം മൗലവി ജനങ്ങളെ മലയാളം പഠിപ്പിക്കുക, ജനങ്ങളെ സാഹിത്യം പഠിപ്പിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മക്തി തങ്ങളുടെ ആശയത്തിൽ നിന്നെല്ലാം അവസാനം പിന്മാറി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മൗലൂദുകൾക്കെതിരെയുള്ള പോരാട്ടമാക്കി അയാൾ മാറ്റി. അപ്പോഴേക്കും 1914 സമയത്ത് ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടെ ജനങ്ങൾ ലോക രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങി. ലോകരാഷ്ട്രീയം ശ്രദ്ധിച്ചത് ആരായിരിക്കും? കൂട്ടത്തിൽ മാഷന്മാരായ ആൾക്കാർ, കൂട്ടത്തിൽ മലയാളമല്ലാത്ത ഭാഷ അറിയുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരാണ് ശ്രദ്ധിച്ചിരിക്കുക. അന്ന് ഈ വക്കം മൗലവിയും വക്കം മൗലവിയുടെ ഒപ്പമുള്ള കുറേ ആൾക്കാരുമായിരുന്നു അതൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അവർ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ശ്രദ്ധ ഈജിപ്തിലെത്തി. അവിടെ നിന്ന് മുഹമ്മദ് അബ്ദുവിൻ്റെയും റഷീദ് റിളയുടെയും ചിന്തകൾ അവർ കണ്ടു. വഹാബിയത്തിൻ്റെ മൂർത്തിമൽ ഭാവങ്ങളായ ആ ചിന്തകൾ അവർ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. മാത്രമല്ല, അതിനിടയിലാണ് 1921 മാപ്പിള ലഹള ഉണ്ടാകുന്നത്. മാപ്പിള ലഹള മുസ്ലിമീങ്ങൾ ഐതിഹാസികമായി വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പറഞ്ഞ മൗലവിമാർക്കൊന്നും അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എന്താ താല്പര്യം ഉണ്ടാവാതിരിക്കാൻ കാരണം അറിയാമോ? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ മാപ്പിളമാർ മങ്കൂസ് മൗലൂദ് ഓതിയിട്ടാണ് പോയിരുന്നത്. ആ മങ്കൂസ് മൗലൂദിൻ്റെയും ഹദ്ദാദ് റാത്തീബിൻ്റെയും ആ വികാരം കൊണ്ടായിരുന്നു അവർ വെള്ളപ്പടയെ മലർത്തിയടിക്കാൻ ശ്രമിച്ചതെല്ലാം. അതൊന്നും ഈ മൗലവിമാർക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലബാർ കലാപം അവസാനിച്ച് കഴിഞ്ഞതോടുകൂടെ ഈ മൗലവിമാർ സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ആയാൽ പറ്റൂല, നമുക്കൊരു സംഘടന വേണം എന്നവർ തീരുമാനിച്ചു. മുസ്ലിം സമുദായം അരക്ഷിതമാണ്, അതുകൊണ്ട് നമുക്കൊരു സംഘടന വേണം എന്നവർ തീരുമാനിച്ചു. അതിനെ തുടർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം വന്നു. അതോടുകൂടെ ലോകത്തിൻ്റെ ശ്രദ്ധകളിലേക്ക് നമ്മൾ വീണ്ടും എത്തിച്ചേർന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ സമയം മുതലെടുത്തുകൊണ്ട് വക്കം മൗലവിയും അയാളുടെ ചിന്താകാരുമായ ആൾക്കാർ തട്ടിക്കൂട്ടിയ ഒരു തട്ടിക്കൂട്ട് കമ്പനിയായിരുന്നു നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഐക്യസംഘം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയാമോ? മൗലൂദിനെതിരെ യുദ്ധം ചെയ്യുക, കുത്തുബിയ്യത്തിനെതിരെ സമയം നയിക്കുക, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അല്ലാതെ ചിതറിക്കിടക്കുന്ന മുസൽമാന്മാരെ ഒന്നിപ്പിക്കാനോ ഒന്നുമായിരുന്നില്ല. അതേസമയം വലിയൊരു ഖേദമുണ്ട്. എന്താണെന്നറിയാമോ? ഈ സമയത്ത് ഇത്തരം ഫിത്നകൾ ഇവിടെ ഉയർന്നു വരുന്ന ഈ സമയത്ത്
ഒരു മമ്പുറം തങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു ഉമർ ഖാളി ഉണ്ടായിരുന്നില്ല, ഒരു മഖ്ദൂം തങ്ങൾ ഉണ്ടായിരുന്നില്ല. മുസ്ലിം സമുദായത്തെ അറിവിൻ്റെയും ആത്മീയതയുടെയും പേരിൽ മാത്രം ഒന്നിപ്പിച്ചു നിർത്തുവാൻ പറ്റുന്ന ഒരു പണ്ഡിതനോ ഒരു അധികാര കേന്ദ്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിത്വമോ ഉണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ വലിയ പണ്ഡിതന്മാരൊന്നും ഉണ്ടായില്ല. ഉള്ള വലിയ പണ്ഡിതന്മാർ തന്നെ അവരവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുക മാത്രമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ മുസ്ലിം ജനതയെ നേതൃത്വം കൊടുക്കുവാനും അവരെ ശരിയിലേക്ക് നയിക്കുവാനും ആരുണ്ടായിരുന്നില്ല. അതേസമയം ഇതുവരെ നമ്മൾ കൊണ്ടു നടന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ആ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവർ ആരുമില്ല എങ്കിലും ആ ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കുന്ന, അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സമൂഹമാണെങ്കിലോ ഒരു സംഘടനയായി പ്രവർത്തനം ആരംഭിച്ചു, ഐക്യസംഘം എന്ന പേരിൽ. അതിനു മുമ്പിൽ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞ സംഘം കൊണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിന് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആ അർത്ഥത്തിലുള്ള ഫ്രെയിമാണ് ഞാൻ പറഞ്ഞു വരുന്ന ഫ്രെയിം. അപ്പോൾ സംഘടന എന്ന നിലക്ക് സംഘടിതമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ 20-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ അനുവർത്തിച്ച് വന്ന അടിസ്ഥാന ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, അതിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ രംഗത്ത് വന്നപ്പോഴാണ് 1926 ഇതുപോലെ ഒരു ജൂൺ 26-ാം തീയതി കോഴിക്കോട് വലിയ പള്ളിയിൽ അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ച് കൂടുകയും നമുക്ക് നാളിതുവരെ നമ്മൾ നയിച്ച ജീവിതം, നമ്മൾ കൊണ്ടു നടന്ന ആദർശം, അതിനെ സംരക്ഷിക്കാൻ വേണ്ട ഒരു വേദി വേണമെന്ന് തീരുമാനിക്കുകയും അത് രൂപീകരിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമാകുന്നത്. ഇത്രയും കാര്യമാണ് സമസ്തയെ മാടി വിളിച്ച കാലം എന്ന വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ സ്ഥാപിതമായതിനു ശേഷം പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമുദായത്തിന് വേണ്ടി ചെയ്യുകയുണ്ടായി. ഓരോ സമയത്തും നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളീയ ജനത 20-ാം നൂറ്റാണ്ട് വരെ എന്തിലെല്ലാമാണ് പിടിച്ചു നിന്നത്, അതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ആവർത്തിക്കേണ്ടത്. ഒന്ന്, ആത്മീയത, കറകളഞ്ഞ ആത്മീയത, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ ആത്മീയത. 2, അറിവ്. 3, സാമൂഹ്യ അവബോധം എന്നത് ആദ്യം ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. അതുണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുമില്ല. കാരണം വളരെ പ്രിമിറ്റീവായ ഒരു സൊസൈറ്റി ആയിട്ടായിരുന്നു മുസ്ലിം സമുദായം ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്നത്. അതേസമയം മഹാനായ മമ്പുറം തങ്ങളുടെ കാലമായപ്പോഴേക്കും സ്വാഭാവികമായും സാമൂഹ്യമായ ചലനങ്ങളുണ്ടായി. മുസ്ലിമീങ്ങൾ സാമൂഹ്യമായി ചിന്തിക്കേണ്ടി വന്നു. മുസ്ലിങ്ങൾ സാമൂഹ്യമായി സംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അതുകൊണ്ട് മമ്പുറം തങ്ങളുടെ കാലം മുതൽ നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനങ്ങൾ 3ആയി. 1, ആത്മീയത. 2, അറിവ്. 3, സാമൂഹ്യ അവബോധം. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ? 100 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഇതുവരെയുള്ള ഒരു നൂറ്റാണ്ടുകാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ 3 അടിസ്ഥാനങ്ങളിൽ നിന്ന് അളവ് വ്യതിചലിക്കാതെയാണ് മുന്നോട്ട് വന്നത്, മുന്നോട്ട് പോയത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓരോ സമയത്തും അതിൻ്റെ ആദ്യകാലത്ത് 1926 ഇത് സ്ഥാപിതമായത്. 1927 എന്താ സമസ്ത ചെയ്തത്? ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അന്നത്തെ സമൂഹം വളരെ ചെറുതായിരുന്നു. സമസ്ത ഒരു സ്ഥലത്ത് വലിയ സമ്മേളനം വിളിച്ചു ചേർത്തു. 1927 ആദ്യത്തെ സമസ്തയുടെ സമ്മേളനം നടക്കുന്നത് താനൂരിൽ വെച്ച്. അന്ന് എന്താ ചെയ്തത്?
ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സമ്മേളനം തന്നെയാണ് സന്ദേശം. വക്കം മൗലവിയോടും അദ്ദേഹത്തിൻ്റെ ആശയ ബന്ധുക്കളായ ആൾക്കാർക്കുമുള്ള സന്ദേശം അതായിരുന്നു. എന്ത്? ഇതാ നാളിതുവരെ ഇസ്ലാമിക ഇസ്സത്തിനെ മുന്നോട്ട് കൊണ്ടുപോയ അതേ സമൂഹം ഇതാ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു എന്ന സന്ദേശം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങൾ അതേ വർഷത്തിൽ തന്നെ മോളൂരിൽ സമ്മേളനം നടന്നു. മൂന്നാമത്തെ സമ്മേളനം ചെമ്മൻകുഴിയിലായിരുന്നു. മൂന്നാമത്തെ സമ്മേളനം അതെന്തിനാണെന്നറിയോ? 1929 ശരിക്കും ശ്രദ്ധിക്കണം. 1929 മലപ്പുറം ചെമ്മൻകുഴിയിൽ നടന്ന മൂന്നാം സമ്മേളനത്തിലാണ് സമസ്ത ഒരു പത്രം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അന്ന് ആർക്കും പത്രമില്ല. വക്കം മൗലവിക്ക് ഒരു പത്രമുണ്ടായിരുന്നു, അത് നിന്നു. കാരണം എന്താ? വക്കം മൗലവിയുടെ പോക്ക് ശരിയല്ല എന്ന് ഉലമാക്കൾ ഫത്വ കൊടുത്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പത്രം വാങ്ങാൻ ആരും തയ്യാറാവാതെ വന്നു. ആ സമയത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അൽ ബയാൻ എന്ന സമസ്തയുടെ മുഖപത്രം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. സമസ്തയുടെ മൂന്നാം സമ്മേളനത്തിൽ ആ കാലത്ത് സ്വന്തമായി മുഖപത്രം ഇറക്കാൻ സമസ്ത തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ പറഞ്ഞ വക്കം മൗലവിയും കൂട്ടക്കാരുണ്ടല്ലോ, അവരുടെ ഈ പിഴച്ച കെട്ട വാദങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെയും അവർ പ്രചരിപ്പിച്ചിരുന്നത് എഴുത്തുകളിലൂടെയും മറ്റൊന്നും. ഒരിക്കലും സമ്മേളനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല, അതിന് മാത്രം ആളില്ല. അവർക്ക് യോഗ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല, കാരണം അതിന് മാത്രം ആളില്ല. അതുകൊണ്ട് അവരുടെ പ്രചാരണം പലപ്പോഴും അവരുടെ പത്രങ്ങൾ, അവരുടെ വാറോലകൾ, അവരുടെ എഴുത്തുകുത്തുകൾ അതിലൂടെയായിരുന്നു. അപ്പോൾ അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകണമെന്ന് സമസ്ത തീരുമാനിക്കുകയാണ്. 1927 വിദ്യാർത്ഥികൾ ആലോചിക്കണം ആ വിഷയത്തെക്കുറിച്ച്. നോക്കൂ, അങ്ങനെ അപ്പം എന്താ വേണ്ടത്? അന്നത്തെ കാലത്തിന് മറുപടി നൽകാൻ ആത്മീയതയും അറിവും വേണം, അതോടൊപ്പം സാമൂഹ്യമായ ഈ ഒരു അവബോധം വേണം. അതുകൊണ്ട് പത്രം തുടങ്ങാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ സമ്മേളനത്തിൽ, നാലാമത്തെ സമ്മേളനം മണ്ണാർക്കാട്ടാണ് നടന്നത്. അഞ്ചാമത്തെ സമ്മേളനം നമ്മുടെ തൊട്ടടുത്താണ് നടന്നത്, വെള്ളിയഞ്ചേരിയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, 1931 വെള്ളിയഞ്ചേരിയിൽ സമ്മേളനം നടത്താൻ എന്താ കാരണം? ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരാൾക്കാർ വെള്ളിയഞ്ചേരിയിൽ സമ്മേളനം നടത്തുമോ? ഇല്ല. എന്താ കാരണം? മുജാഹിദുകൾ എന്ന പേരിൽ, അതായത് വഹാബികൾ എന്ന പേരിൽ നമ്മുടെ മൗലിദിനെതിരെ, മാലക്കെതിരെ യുദ്ധം നയിക്കുന്ന ആൾക്കാരൊക്കെ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ അവരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ, മറ്റൊരു സ്ഥലമാണ് വെള്ളിയഞ്ചേരി. ആ വെള്ളിയഞ്ചേരിയിൽ വന്ന് അവരുടെ മുമ്പിൽ നമ്മുടെ ശക്തി കാണിക്കുക, നമ്മുടെ ആശയം വെട്ടിത്തുറന്ന് പറയുക, അതായിരുന്നു അന്നത്തെ ഉദ്ദേശം. ആ സമ്മേളനം മുടക്കാനൊക്കെ ഒരുപാട് ശ്രമം നടന്നതാണ്. പക്ഷേ സമസ്ത അതിന് നിന്ന് കൊടുത്തില്ല. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മഹാനവറുകൾ പങ്കെടുത്ത സമസ്തയുടെ അവസാനത്തെ സമ്മേളനം 1931 വെള്ളിയഞ്ചേരിയിൽ നടന്നതാണ് എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്താണ് ഖാദിയാനിസം രംഗപ്രവേശനം ചെയ്യുന്നത്. എവിടെ? പാകിസ്ഥാനിൽ. ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന ഒരാൾ ഞാൻ പ്രവാചകനാണ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നു. ലോകത്ത് സൗദി അറേബ്യ ഉണ്ടായിരുന്നു, ഇറാൻ ഉണ്ടായിരുന്നു, ഇറാഖ് ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ എന്ന പാകിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഖാദിയാനികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ കാഫിറുകളാണ് എന്ന് ആദ്യമായി പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. 1933 നോക്കൂ. പിന്നെ നമ്മുടെ സമീപത്ത് കാര്യവട്ടത്താണ് സമ്മേളനം നടന്നത്. 1945 അന്ന് ഒരു യുവ വോളണ്ടിയർ വിഭാഗത്തെ അമില സംഘങ്ങളെ സമസ്ത രൂപീകരിക്കുകയുണ്ടായി. മാത്രമല്ല അതിനിടയിൽ അൽ ബയാൻ പത്രം നിലച്ചു പോയിരുന്നു. അത് വീണ്ടും തുടങ്ങിയത് കാര്യവട്ടം സമ്മേളനത്തോടു കൂടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 1948 വളാഞ്ചേരിയിൽ ഒരു സമ്മേളനം നടത്തി. അന്നത്തെ സമ്മേളനത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് 1941. അവർ വളാഞ്ചേരിയിൽ ഇങ്ങനെ കാലുറപ്പിക്കുന്ന സമയത്താണ് ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ നേതൃത്വത്തിൽ
വളാഞ്ചേരിയിൽ സമസ്ത സമ്മേളനം നടത്തിയത്. ആ സമ്മേളനം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ ജമാഅത്തുകാരാവുമായിരുന്നു. കാരണം എന്താണെന്നറിയോ? അവർക്ക് മാത്രമേ ഉറുദു അറിയുമായിരുന്നുള്ളൂ. അവരുടെ നേതാവ് മൗദൂദി, അയാൾ എഴുതിയത് ഉറുദുവിലായിരുന്നു. അയാളുടെ പുസ്തകത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, കൊള്ളരുതാത്തത് എന്തൊക്കെയാണ് ഉള്ളത് എന്നത് ആർക്കും അറിയുമായിരുന്നില്ല. ആ സമയത്താണ് മഹാനായ ശംസുൽ ഉലമ വന്നത്. ശംസുൽ ഉലമാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശംസുൽ ഉലമാക്ക് മലയാളവും സുറിയാനിയും തമിഴും ഉറുദുവും ഇംഗ്ലീഷും പേർഷ്യനും എല്ലാം ഒരേപോലെയായിരുന്നു. ശംസുൽ ഉലമ അന്ന് വളാഞ്ചേരിയിലെ സമ്മേളനത്തിൻ്റെ സദസ്സിലേക്ക് മൗദൂദിയുടെ പുസ്തകവുമായിട്ടാണ് വന്നത്. എന്നിട്ട് മൈക്കിൻ്റെ മുമ്പിലിരുന്നിട്ട് ആ പുസ്തകം വായിച്ചു, ഉറുദുവിൽ വായിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം പറഞ്ഞു. വളാഞ്ചേരിയിലെ ജമാഅത്തുകാർക്ക് മനസ്സിലായി, ഇനി നമ്മുടെ പരിപ്പ് വല്ലാതെ വേവില്ല. കാരണം സമസ്തക്കാരുടെ ഇടയിൽ ഉറുദു അറിയുന്നവരുണ്ട്. നോക്കൂ, ഓരോ കാലത്തിനും വേണ്ട മറുപടി സമസ്ത കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം എന്താ? അടിസ്ഥാനങ്ങൾ വിട്ടില്ല. ആത്മീയത, അറിവ്, സാമൂഹ്യ അവബോധം. ആ സാമൂഹ്യ അവബോധത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1951 മാർച്ചിൽ നടന്ന വടകര സമ്മേളനം. ആ വടകര സമ്മേളനത്തിനായപ്പോഴേക്ക് ഇന്ത്യ സ്വാതന്ത്ര്യമായി. ഇന്ത്യയിലെ സ്കൂളുകളിൽ മതം പഠിപ്പിക്കാൻ തുടങ്ങി. മുല്ല ടീച്ചർ എന്ന പേരിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നു സ്കൂളുകളിൽ. പിന്നീട് മറ്റു മതക്കാരൊക്കെ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചു, എന്നാൽ ആരുടെ മതവും സ്കൂളിൽ പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ സമസ്ത തീരുമാനിച്ചു, ശരി, സാമൂഹ്യമായി നമുക്ക് സ്കൂളിൽ നമ്മുടെ മതം പഠിപ്പിക്കാൻ പറ്റൂല എന്ന് വന്നാൽ നമ്മൾ വേണമെന്ന് പറയാൻ പാടില്ല, നമുക്കും സ്വന്തം മദ്രസകൾ ഉണ്ടാക്കണം. അങ്ങനെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. നോക്കൂ, അറിവും ആത്മീയതയും സാമൂഹ്യമായ അവബോധവും 3 ഘടകങ്ങളാണ് സമസ്തയെ സ്ഥാപിച്ചത് എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. 1961 കക്കാട് സമ്മേളനം. അതിലാണ് SYS രൂപീകരിക്കപ്പെട്ടത്. 1963 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഐതിഹാസികമായൊരു തീരുമാനമെടുത്തു. എന്തായിരുന്നു എന്നറിയാമോ? കേരളത്തിൽ ഉന്നത മതപഠനത്തിന് വേണ്ടി ഒരു പാഠശാല, ഒരു ഉന്നത ബിരുദദാന കേന്ദ്രം സ്ഥാപിക്കണമെന്ന് ജാമിയ നൂരിയ സ്ഥാപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ സമസ്ത അറിവ് കൊണ്ട്, ആത്മീയത കൊണ്ട്, സാമൂഹ്യത കൊണ്ട് സമുദായത്തിൻ്റെ ഒപ്പം തന്നെ ചുവടോട് ചുവടായി മുന്നോട്ട് പോകും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം ഏത് കാലമാണ്? വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ്. നിങ്ങൾ ഓരോരുത്തരും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ പഠിക്കേണ്ടത്? നിങ്ങൾക്ക് ഖുർആനും ഹദീസും ഫിഖ്ഹും അഖീദയും മാത്രം പഠിച്ചാൽ മതിയാവില്ല. മറിച്ച് നിങ്ങളുടെ മുമ്പിലൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ മാനദണ്ഡം ഭൗതിക വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൂടി നൽകേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഏതാണ്ട് 1 പതിറ്റാണ്ട് 1.5 പതിറ്റാണ്ട് കാലമായി സമന്വയ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നിട്ട് ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ പള്ളികളിൽ തന്നെ, നമ്മുടെ അറബി കോളേജുകളിൽ തന്നെ, നമ്മുടെ മദ്രസകളിൽ തന്നെ നൽകുക എന്ന ചിന്തയിലേക്ക്. അതിന് മുമ്പ് ഇവിടെ എന്താണ്ടായിരുന്നു അറിയാമോ? ഈ ഭൗതിക വിദ്യാഭ്യാസം മതത്തോടൊപ്പം പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും ആരാണെന്നറിയാമോ? അറബി മുൻഷിമാരായിരുന്നു. മുജാഹിദുകളുടെ അറബി കോളേജുകളിലാണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെയൊന്നും അത് പഠിക്കാൻ ആളില്ല. അവർക്കത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള പദ്ധതി വിജയിച്ചതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടുകൊള്ളുകയുമില്ല. അതേസമയം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശീർവാദത്തോടുകൂടെ ആദ്യമായി സമന്വയ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കടമേരി റഹ്മാനിയയിലാണ്. കടമേരി റഹ്മാനിയയിൽ നിന്ന് തുടങ്ങിയ ആശയം നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ജാമിയ നൂരിയ വരെ എത്തി. ഇപ്പോൾ കേരളത്തിൻ്റെ അതിർത്തികൾ കടന്ന് ദേശീയ വിദ്യാഭ്യാസ നയം സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ വികാരത്തോടു കൂടിയാണ് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കാൻ കാസർകോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇസ്ലാമിക സമൂഹം
വന്നതും നിലനിന്നതും വളർന്നതും വലുതായതും ആത്മീയത, അറിവ്, സാമൂഹ്യത, ഈ 3 അടിസ്ഥാനങ്ങളിലാണ്. ആ അടിസ്ഥാനങ്ങൾ സമസ്ത വരുന്നത് വരെ കാത്തുസൂക്ഷിക്കുവാനും കാവലിരിക്കാനും മമ്പുറം തങ്ങളെപ്പോലെ, സയ്യിദ് ഫസൽ തങ്ങളെപ്പോലെ, ഉമർ ഖാസിയാരെ പോലെ മഹാന്മാരായ പണ്ഡിതന്മാരെ പോലെ, മഹാന്മാരായ മഖ്ദൂമുമാരെ പോലെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് നമ്മൾ എതിർപ്പുകളെ നേരിടാൻ തുടങ്ങി. എതിർപ്പുകൾ സംഘടിത രൂപത്തിലാണ് വന്നത്. അതുകൊണ്ടും വലിയ പണ്ഡിതന്മാരുടെ കാലം കഴിഞ്ഞു പോയതുകൊണ്ടും നമുക്കും സംഘടിതമായ രൂപത്തിൽ നേരിടാൻ നിർബന്ധിതരായി. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായിട്ട് ഈ 100 കൊല്ലവും എന്താണോ നൽകേണ്ടത്, അത് എപ്പോഴാണോ നൽകേണ്ടത്, അപ്പോൾ എത്രയാണോ നൽകേണ്ടത്, ആ അളവിൽ സമസ്ത ഈ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഇത് നമ്മുടെ അവകാശവാദമാണ്. 100-ാം വാർഷികം ആഘോഷിക്കാൻ, അഭിമാനത്തോടുകൂടെ 100-ാം വാർഷികം ആഘോഷിക്കാൻ സമസ്തയ്ക്കും സമസ്തയുടെ പ്രവർത്തകന്മാർക്കും സമസ്തയുടെ മക്കൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നതിൻ്റെ വലിയ പ്രഘോഷണം കൂടിയാണ് ഇത്. അള്ളാഹു ഈ വികാരത്തെ എന്നെന്നും ചേർത്ത് നിർത്തുവാൻ നമുക്ക് എല്ലാവിധ തൗഫീക്കുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.